ഹലോ ഗൈസ്, ഇന്നൊന്ന് വയലിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങി പച്ചക്കറി പറിക്കാനല്ല കേട്ടോ, വേറൊരു സാധനമുണ്ട്. കണ്ടില്ലേ, ഇവനെ കുറച്ച് പറിക്കാൻ വേണ്ടി ഇറങ്ങിയതാ. ആളെ മനസ്സിലായ? ഇതിനാണ് നമ്മളെ മുട്ടാമ്പുളി അല്ലെങ്കിൽ ഞെട്ടാഞ്ഞൊലി എന്നെല്ലാം പറയുന്നില്ലേ, അവനാണ് ഇവൻ. അപ്പോൾ ഇത് ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ഇതിനൊക്കെ നല്ല അടിപൊളി ഒറ്റമൂലിയാന്ന് പറയുന്ന കേട്ടിന്. അപ്പോൾ അത് കുറച്ച് പറിക്കാമെന്ന് കരുതി ഇറങ്ങിയതാണ്. അപ്പോൾ നോക്കുമ്പോൾ വയലിൽ പച്ചക്കറിയുടെ ഇടക്ക് ഇതിന് ഇഷ്ടംപോലെ തിളച്ച് വളരുന്നുണ്ട്. വേറെ പ്രത്യേകിച്ച് നട്ടമൊന്നുമല്ല കേട്ടോ, ഇതിനിടയ്ക്ക് ഇങ്ങനെ വളരുന്നതാണ്. പച്ചക്കറിക്ക് ഒഴിക്കുന്ന വെള്ളമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അതിനിടക്കൊക്കെ ആ തുമ്പയൊക്കെ നമുക്കിങ്ങനെ അന്യം നിന്ന് പോകുന്ന ചെടിയാട്ടോ തുമ്പ. അപ്പോൾ തുമ്പയൊക്കെ ഇഷ്ടം പോലെയുണ്ട്. അതൊക്കെ കുറേ പറിച്ച് നല്ല പഴുത്ത് നോക്കി പറിച്ച് നല്ല അടിപൊളി സാധനമാണ്. ഒരുപാടുണ്ട് വയലിൽ, കുറച്ചൊന്നുമല്ല. തുമ്പയൊക്കെ ഇങ്ങനെ മുത്തപ്പം വെള്ളാട്ടം കെട്ടാനുള്ള ആൾക്കാരൊക്കെ പൊരിച്ചുകൊണ്ട് പോകുന്ന സാധനം കേട്ടോ, അതിൻ്റെ മുടിക്ക് വെക്കാൻ വേണ്ടിയിട്ട്. ഇവിടെയൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് കുറേശ്ശെ പറിച്ച് ഈ മുട്ടാമ്പുളി തന്നെ 2 തരമുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതൊക്കെ കുറച്ച് പറിച്ച് അങ്ങനെ വീട്ടിലേക്ക് വിട്ടു. ഇത് നമ്മൾ വയലിലൂടെയുള്ള റോഡാണ് കേട്ടോ, അടിപൊളി സ്ഥലമല്ലേ. ഇരുവശത്ത് നല്ല നെൽപ്പാടം, പച്ചക്കറിത്തോട്ടം, കവുങ്ങും വാഴയും ഉണ്ടോ. വളരെ മനോഹരമായ സ്ഥലമല്ലേ. അല്ല, വീട് നേരെ മേലെയാട്ടോ, മെയിൻ റോഡിലാണ്. ഇത് വയലിലോട്ടുള്ള തീരദേശത്ത് കൂട്ടിയുള്ള റോഡാട്ടോ. എങ്ങനെയുണ്ട് സ്ഥലം? സൂപ്പർ സ്ഥലമല്ലേ. ഇതിൻ്റെ ഈ വലതുവശത്ത് കാണുന്ന പുഴയാട്ടോ, അതേ കാണാപ്പുഴ. അതിൻ്റെ വലുത് അവിടെ ഇതുണ്ട്, ഇതാ കണ്ടോ, പുഴ കണ്ടോ നിങ്ങൾ? അങ്ങനെ സുഹൃത്തുക്കളെ, ഞാൻ വീട്ടിലെത്തി. അപ്പോൾ കുറച്ച് പറിച്ച് കുറച്ചിങ്ങടുത്ത് കുറച്ച് അവിടെ വെച്ചു. അപ്പോൾ ഇത് മെല്ലെ ഇതിനെ ഒന്ന് പുറത്താക്കട്ടെ. സ്വർഗം താണിറങ്ങി വന്നതോ, സ്വപ്നം തീരി വീശി നിന്നതോ, ഈശ്വരൻ്റെ സൃഷ്ടിയിൽ അഴകെഴുന്നതെത്രയും ഇവിടെ വന്നലിഞ്ഞു ചേർന്നതോ. ഇത് കുറച്ചുണ്ട്. എങ്ങനെയാണ് ഇതെല്ലാം ഇങ്ങനെ എടുത്ത് പുറത്തിടുക? ഇവനാണ് നമ്മുടെ മുട്ടാമ്പുളി അഥവാ ഞെട്ടാഞ്ഞെളിയൻ. ഷുഗറുകാരനുണ്ടെങ്കിൽ ഒരിക്കലും മടിക്കണ്ട കേട്ടോ. ഷുഗറും പ്രഷറുകാരെല്ലാം യാതൊരു മടിയും കൂടാതെ ധൈര്യത്തിലും എവിടെയുണ്ടെങ്കിലും പറിച്ച് കഴിച്ചോ, അടിപൊളി സാധനമാണ്. നിങ്ങളുടെ ഷുഗറൊക്കെ നല്ലവണ്ണം കുറച്ച് തരും. കൂടുതലുള്ളവർക്ക്, പ്രത്യേകിച്ച് പ്രായമായ ആൾക്കാരൊക്കെ നല്ലവണ്ണം കഴിക്കുന്നതാണ്. അവരുടെ ശരീരത്തിനൊക്കെ നല്ലവണ്ണം ഇത് ഉപകാരപ്രദമാണ്. അതുകൊണ്ട് ആരും മടിക്കണ്ട, കിട്ടിയാൽ ഇവനെ വിടണ്ട. ഇപ്പോഴൊക്കെ വയലിലും ഇങ്ങനെ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും ഇത് ഇങ്ങനെ നാമാവശേഷം ആയിക്കൊണ്ടിരിക്കുമെന്ന് കുറഞ്ഞു പോവുക. വാതിൽ തുറക്കൂ നീ കാലമേ, കണ്ടോട്ടെ സ്നേഹസ്വരൂപനെ, കുരിശിൽ പുളയുന്ന നേരത്തും ഞങ്ങൾക്കായി പ്രാർത്ഥിച്ച യേശു മഹേശനേ. വാതിൽ തുറക്കൂ നീ കാലമേ. അപ്പോൾ ഏകദേശം
ഇന്ന് ഇത്രയും മതി. ഉരുണ്ട് പോകുന്നുണ്ട് കേട്ടോ, പിടുത്തം കിട്ടുന്നില്ല. മേശപ്പുറത്തുനിന്ന് ഒരാളായിട്ട് ഉരുണ്ട് പോയി തുടങ്ങി. ഇതൊക്കെ ഉണ്ടോ, ഇവനാണ് താരം. നല്ലവണ്ണം ഓരോന്നൊക്കെ എടുത്ത് കഴിച്ച് നോക്കിയേ. അപ്പോൾ അത് അങ്ങനെ ആക്കിയിട്ട് എടുത്ത് വെച്ചിട്ട് ഓരോന്നെടുത്തിട്ട് സുന്ദരമായിട്ട് കഴിക്കുക. എന്താ അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്രദമാവട്ടെ എന്ന് എഴുതിയിട്ടതാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതൊക്കെ നിങ്ങൾ തരുന്നുണ്ടെന്ന് എനിക്കറിയാം, എന്നാലും വെറുതെ ഒന്നും കൂടി പറഞ്ഞതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും എൻ്റെ നമസ്കാരമുണ്ട്. ഓക്കെ, വീണ്ടും കാണും വരെ വണക്കം. ബൈ.